للطور موسى نودي أخلع وعمد على القرب لن يؤمر بخلين عليم على رأس هذا الكون نالو محمدي على تفاجرت جميع الخلق تظلاله. ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ മുഴുവനും പൊങ്ങി നിൽക്കുന്നത് റസൂലുള്ളാന്റെ ചെരുപ്പാണ്. ജാമ്യയിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മുത്തവൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യയിൽ വെച്ച് വിതരണം ചെയ്യപ്പെട്ടു ആ പേജ്. ലോകപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി തങ്ങളവറുകൾ ഒരു 30 വർഷത്തിനപ്പുറം എനിക്ക് നൽകിയതാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഈ സാധനം കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ പേര് പ്രസ്താവിച്ചുകൊണ്ട് ഏടുകൾ നൽകപ്പെട്ടു. അതിൽ ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ നിൽക്കുന്നത് റസൂലുള്ളാന്റെ ചെരുപ്പാണ്. റസൂലുള്ളാന്റെ നയലാണ് ലോകത്തിന്റെ മുഴുവനും ആകാശത്തിൽ. തൂരിസൈനാ മലം എത്തിയപ്പോൾ മൂസാ നബിന്റെ ചെരുപ്പ് അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു. എന്നിട്ടാ അള്ളാഹിനോട് മുനാജാത്താക്കിയത്. അതേ സമയത്ത് റസൂലുള്ളാന്റെ മീറാജിന്റെ ദിനം, മീറാജും ഇസ്രാവും ഒരേ ദിവസം നടന്നതാണ്. പക്ഷേ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രായിലെ പരാമർശം ഇസ്രായിനെ പറ്റിയാണ്. ആ പരാമർശം കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് മീറാജിനെ പറ്റി പറയുന്നത്. നടന്നത് അന്ന് തന്നെ. ഓരോ ആകാശത്തിലെത്തുമ്പോഴും തുറക്കാൻ പറയും. അങ്ങനെ തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് ഫ്രീ പെർമിഷൻ ആണല്ലോ നിങ്ങൾക്ക്, പിന്നെ എന്തിനാ അത് എങ്ങനെ നിൽക്കണത്? അപ്പോ നിങ്ങളെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ കൂടെ റസൂലുള്ളാഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി. അപ്പൊ പിന്നെ അയാളും കൂടി ഉണ്ടാവുമ്പോൾ മൂപ്പർക്ക് വേണ്ടി ഒരു പ്രത്യേക ആദരവ് അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്, അവിടെ വെച്ച് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഓരോ ആകാശത്തിലും തന്നെ സ്വീകരിക്കാനായി ഓരോ നബിമാർ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ തന്നെ സ്വീകരിക്കാൻ അവിടെ ഒക്കെ കഴിഞ്ഞ് അവസാനം അർശിന്റെ അടുക്കലെത്തി. അവിടെ എത്തിയപ്പോഴും ചെരുപ്പ് വരാൻ പറഞ്ഞില്ല. അടുത്തെത്തിയിട്ടും മൂപ്പരോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ല. ആ ദിവസം ഇങ്ങനെയുള്ള ഒരു റജബ് മാസത്തിന്റെ 26-ാമത്തെ രാവിൽ നടന്നതാണ്. അപ്പോ അവർക്കൊക്കെ തന്നെ കിതാബ് നൽകപ്പെട്ടു എന്നിലേക്കപ്പം ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും കിതാബുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് നൽകിയെങ്കിലും ആ തൗറാത്ത് മൂസാ നബിക്ക് മാത്രമല്ല. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യ നബി ഈ ഗ്രന്ഥം വളരെ ശക്തമായ നിലയിൽ നിങ്ങൾ കൈപ്പറ്റണം എന്ന് പറഞ്ഞത് തൗറാത്താ. ആയിരക്കണക്കിലുള്ള പ്രവാചകന്മാരായ ആളുകൾ ബനി ഇസ്രായേൽപ്പെട്ടവർ കൈകാര്യം ചെയ്തതും ഇതേ തൗറാത്ത് തന്നെ. അപ്പോ തൗറാത്ത് മൂസാ നബിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും മൂസാ നബിന്റെ അനുയായികളായ ആളുകളിൽ ആയിരക്കണക്കിലുള്ള പ്രവാചകന്മാർ കൈകാര്യം ചെയ്ത കിതാബാണ്. പിന്നെ സബൂർ, പിന്നെ ഇഞ്ചീൽ. അതിനുശേഷം അവസാനത്തെ കിതാബ് നൽകപ്പെട്ടത് ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ദീർഘിച്ച് ഞാൻ പറയുന്നില്ല. ആ കിതാബ് ഇറക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ടല്ല, 23 വർഷക്കാലം കൊണ്ടാണ്. അതിൽ ഓരോ വർഷത്തിലും ആകപ്പാടെ ഇറങ്ങിയ ഖുർആനിന്റെ പല ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആയത്ത കഥ, ഫീ സൂറത്തി കഥ, ഫീ മക്കാനി കഥ, ഖബല കഥ, ബഅദ കഥ. ഇതാണ് വിശദീകരണം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് ഈ ആയത്ത് ഇന്ന സൂറത്തിലാണ്, ഇത്ര നമ്പർ ആയത്താണ്, ഇതിന്റെ മുമ്പാണ്, ഇതിന്റെ ശേഷമാണ് ഇത് പറയുന്നത്. ആ നിലക്ക് അത് കൃത്യമാക്കാൻ വേണ്ടി ഓരോ റമദാൻ മാസത്തിലും അതിന്റെ ഒരു പഠനം, പുനർവായന ഉണ്ടായി. പിന്നെ ഒന്നായിട്ട് അത് അവസാനമായി ഇറക്കപ്പെട്ടു. 6666 ആയത്തുകൾ. അത് ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ലാസ്റ്റ് സമയത്താണ് റസൂലുള്ളാന്റെ ഹജ്ജ്.
1.25 ലക്ഷം പ്രവാചകന്മാരെന്ന് പറഞ്ഞ അതേ 1.25 ലക്ഷം സഹാബിമാർ തങ്ങളൊപ്പം കൂടി. 1.25 ലക്ഷം പ്രവാചകന്മാരെയാണ് ഈ ലോകത്തിന്റെ ദൈവത്തിന് അള്ളാഹു അയച്ചതെങ്കിൽ റസൂലുള്ളാഹിന്റെ അവസാനത്തെ സമ്മേളനത്തിൽ ഹജ്ജിൽ 1.25 ലക്ഷം സഹാബിമാരാണ്. അവരോട് റസൂലുള്ള പറഞ്ഞ പ്രസംഗം എത്രയെന്നറിയോ? 8 മിനിറ്റ്, ഏറിയ 10 മിനിറ്റ്, അത്രേ ഉള്ളൂ പ്രസംഗം. അത് അറഫയിൽ പ്രസംഗിച്ചപ്പോഴും നെഹറിന്റെ ദിവസമായ ഹജ്ജത്ത് അൽവിദായിന്റെ നെഹറിന്റെ ദിവസം ഹജ്ജുൽ അക്ബർ എന്നതിന് പറയാം. അന്നും അയ്യാമത്ത് ഒക്കെ ഒരൊറ്റ മേറ്റ്. പ്രധാനമായത് മനുഷ്യ സമൂഹത്തിന്റെ യോജിപ്പ്, അവർ തമ്മിലുള്ള രജ്ഞിപ്പ്, സാഹോദര്യം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം മുഴുവനും അത് പവിത്രമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൂടാ, ഒരാളുടെ രക്തം കുത്തിയൊലിപ്പിച്ചുകൂടാ, ഒരാളുടെ സമ്പത്ത് അപഹരിച്ചെടുത്തുകൂടാ എന്നാ ചുരുക്കം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത്, ഈ മെസ്സേജ് നിങ്ങൾ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കണം. വലുവായ ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കാനാ പറഞ്ഞു. അതിന് സഹാബിമാർ തയ്യാറായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൈനയിലേക്കാ പോയത്. മക്കത്തുനിന്ന് പോകണി എത്ര ഉണ്ടാവും? ഇന്ന് ജിദ്ദീന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 8 മണിക്കൂർ വേണം. 10-12 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട സ്ഥലം വരെ സഹാബിമാർ എത്തിയിട്ടുണ്ട്. ആസ്രയിലിൽ ഞാൻ പോയപ്പോ അവിടെ ദഅവത്തുമായി വന്ന ആളുകളുണ്ട്, സഹാബികളല്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂന. ഈ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. സമസ്തക്ക് ഒരു സ്ഥാപനം ജാമിഅ നൂരിയന്റെ ജൂനിയർ കോളേജായി 2-3 വർഷത്തിനപ്പുറം തുടങ്ങി. 18 ഏക്കർ സ്ഥലം നമുക്ക് തന്നു. പസഫിക് മഹാസമുദ്രത്തിനോട് ചേർന്നുകൊണ്ട് ജാമിഅന്റെ ജൂനിയർ കോളേജ്. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം, ആഫ്രിക്കയുടെ തെക്കൻ മേഖലയിൽ കൂടി പോകുന്ന ആ സ്ഥലം നെയ്റോബി, അവിടെ ചെന്ന് അവിടെ 20 ഏക്കർ സ്ഥലം ജാമിഅ നൂരിയക്ക് അവരെ വക. എന്തിനാണത്? ദീനി ദഅവത്ത് ലോകത്ത് മുഴുവനും എത്തണം. അതിന് ആൾക്കാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ജാമിയിൽ നിന്ന് 3ാമത്തെ സമ്മേളനം നടക്കുമ്പോൾ അവിടുന്ന് പ്രസംഗിച്ചത് ഈ വിഷയം അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു എന്നാ. എങ്ങനെ കബൂൽ ചെയ്തു? അന്ന് 25,000-20,000 ആളുകൾ പങ്കെടുത്ത ആ വിജയമല്ല, പിന്നെ ഈ മെസ്സേജ് ലോകത്തേക്ക് മുഴുവനും എത്തി. അന്നാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിയാർ നിലമ്പൂരിനടുത്തുള്ള വണ്ടൂരിനടുത്തുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തെ പോയി ചേർന്നത് അവിടെ. ഉസ്താദെ, ഞാൻ എനിക്ക് ഇവിടെ അവിടെ തന്നെ നിന്നടോ എന്ന് പറഞ്ഞു. മൂപ്പരം മരിക്കോൾ അവിടെ നിന്നു. മരിച്ചിട്ടും ജനാസ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവിടെ തന്നെ മൂപ്പര മറവ് ചെയ്തു. മൂപ്പര മക്കൾ അവിടത്തെ സിറ്റിസൺ കിട്ടിയിട്ടുള്ള, നാഷണാലിറ്റി കിട്ടിയിട്ടുള്ള അവിടുത്തെ ആളുകളാണ്. അവിടങ്ങളിലൊക്കെ ദീന്റെ ദൈവത്തെത്തണം. ഇന്ന് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ല. അറേബ്യയിൽ നിന്ന് വരണ്ട, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരണ്ട, ഇവിടെ തന്നെ ആളുകൾ ഇഷ്ടം പോലെയാണ്. നമ്മളെ മദ്രസത്തരനായി 10,000 മദ്രസയിലെ സമസ്തക്ക് ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാർ ജാമ്യയിൽ നിന്ന് തന്നെ പോയില്ലേ. മറ്റ് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ ഉമ്മുൽ മദാരിസായ ജാമ്യയുടെ സന്തതികളാണ്. സന്തതികളല്ലെങ്കിൽ സന്തതികളുടെ സന്തതികളാണ് അത് നിയന്ത്രിച്ചു വരുന്നത്. നമ്മുടെ മദ്രസ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികളെ ലോകത്ത് ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയാണ്. മദ്രസ കഴിയുമ്പത്തിനാവൂല. മദ്രസ കഴിഞ്ഞിട്ട് പിന്നെ 8 കൊല്ലം കൂടി നിൽക്കണം. അപ്പൊ ജൂനിയർ കോളേജിൽ നിന്ന് കഴിയും. പിന്നെ 2-4 കൊല്ലം കഴിഞ്ഞാൽ അവർ ഉയർന്ന ബിരുദം നേടി ലോകത്ത് എവിടെയും ചെല്ലാൻ കഴിവുള്ളവർ അതിന്റെ സൗകര്യത്തോടു കൂടിയാണ് നടത്തുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന മദ്രസ ഒരു കൊച്ചു മദ്രസയായി നിലനിൽക്കുന്നതല്ല, കൊച്ചു മദ്രസയായി സ്ഥാപിച്ചു. നമ്മളെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചാൽ പിന്നെ അപ്പുറത്ത് വേറെ ഒരു സ്ഥാപനം വേണ്ടി വരും, ഒരു ഹയർ സെക്കൻഡറി വേണ്ടി വരും, ഒരു ജൂനിയർ കോളേജ് വേണ്ടി വരും, പിന്നെ വലിയ കോളേജ്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. പ്രസംഗിക്കാൻ ധാരാളം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, മറ്റാളുകളൊക്കെ ഉണ്ട്. ആരും സമയമില്ലാതെ ബുദ്ധിമുട്ടുക. ഞാൻ അങ്ങനെ പറയണില്ല, എനിക്ക് പറയാൻ ക്ഷീണമുണ്ട്. ഒന്നാമത് ഞാൻ ഇരുന്നപ്പോൾ സംസാരിക്കണത്, നിന്നിരുന്ന് പണ്ട് സംസാരിച്ച് ഇപ്പം അങ്ങനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ വളർത്തി തരുമാറാവട്ടെ, ഉയർത്തി തരുമാറാവട്ടെ. ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മുടെ കാരണവന്മാരും നമ്മുടെ മക്കളും ജാമ്യയുടെ സന്തതികളും ഒക്കെ അതിന് ഒരുങ്ങിയിട്ടുള്ളത്, നമ്മുടെ പ്രാസംഗികന്മാരായി വന്നു ചേർന്നിട്ടുള്ളത്, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. ഈ സ്ഥലത്ത് വലിയ വലിയ മഹാന്മാർ ജീവിച്ച സ്ഥലങ്ങളാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞലവി മുസ്ലിയാർ താഴക്കോട് ഇതിൻ്റെ അടുത്ത അദ്ദേഹത്തിന്റെ വീട് അലനെല്ലൂരാളെ ഖബറും അവിടെയാണ്. പക്ഷേ ഇവിടെയാണ് അദ്ദേഹം താമസിച്ച്. ബഹുമാനപ്പെട്ട കുഞ്ഞലവി മുസ്ലിയാരുടെ പേര് ഇവിടെ നിന്നാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ അദ്ദേഹത്തോടൊപ്പം നിന്നവർക്കും അദ്ദേഹത്തിനെ സഹായിച്ചവർക്കും ദീനീ ദൈവത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇന്നവരൊന്നും നമ്മളപ്പല്ല. സകനു ബുത്തൂനെല്ലാർലി വയത ദുഹൂരിയ, ഭൂമിൻ്റെ മേൽഭാഗത്താ കുറേ കാലം താമസിച്ചത്. ഇപ്പോൾ ഭൂമിൻ്റെ അടിയിലാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഭൂമിൻ്റെ അടിയിൽ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴോ അപ്പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞൂച്ചി കുട്ടികളുണ്ട്, ഓലൊക്കെ ഇവിടെ വന്നിരിക്കും. അല്ലാഹു തആല നമ്മളെ മക്കൾക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. 13 വർഷക്കാലം മക്കത്തും 10 വർഷക്കാലം മദീനത്തും ഷഫീഉനാ റസൂലുള്ളാഹി ദീനീ ദഅവത്ത് നടത്തുകയുണ്ടായി. വർഷങ്ങൾ മക്കത്ത് കഴിച്ചുകൂട്ടിയ സമയമാണ് കൂടുതലെങ്കിലും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നെത്തിയത് മദീനത്ത് വന്നതിന് ശേഷമാണ്. അൻസാറുകളും മുഹാജിറുകളുമായ 2 വിഭാഗം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഹാജിറുകൾ തന്നെ, രണ്ടാമത്തത് അൻസാറുകൾ. ലൗലൽ ഹിജറത്തു ലകുന്തും റാം മിനൽ അംസാർ. ഹിജറ എന്ന ഏറ്റവും പ്രധാനമായ വിഷയമില്ലെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ആളാകുമായിരുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മദീനത്താണ് താമസമെങ്കിലും അവരുടെ കാരണവന്മാർ യമനിൽ നിന്ന് വന്നവരാണ് കൂടുതൽ. മക്കയിലെത്തിയവരും ധാരാളം യമൻകാരായ ആളുകളുണ്ട്. ദീനീ പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് യമനിൽ നിന്നുള്ള മഹാന്മാരായ വലിയ കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ്. സന്നദ്ധര ധാരാളം അവർക്കുണ്ടായിട്ടുണ്ട്. മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകൾ, അവർ മദീനത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 ആളുടെ ഭക്ഷണം 3 ആൾക്ക് മതി, 3 ആളുടെ ഭക്ഷണം 4 ആൾക്കും 5 ആൾക്കും മതി. ഷഫീഉനാ റസൂലുള്ളാഹി അവരെ സഹായിക്കാൻ തയ്യാറായി എന്നർത്ഥം. വസ്ത്രങ്ങൾ കൂടുതലുള്ള ആളുകൾ തൻ്റെ സുഹൃത്തുക്കൾ വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. തോട്ടങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ അവർക്കായി മാറിക്കൊടുക്കണം. അത് പിന്നെ കുറേ കാലം നീണ്ടു നിന്നു. പല യുദ്ധങ്ങളിലായി ധാരാളം സമ്പത്തുകൾ നേടിയപ്പോൾ അവർക്ക് കിട്ടിയ സമ്പത്ത് കൈപ്പറ്റുകയും നേരത്തെ വാങ്ങിയത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. തിരിച്ചു കൊടുക്കാത്തവർ വളരെ കുറച്ച് മാത്രം, വാങ്ങാത്തവർ വളരെ കുറച്ച് മാത്രം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽ പ്രഗത്ഭനാണ്. അദ്ദേഹത്തോട് തൻ്റെ സഹോദരന്മാർ നൽകുന്ന സമ്പത്ത് സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല. വേണ്ട, ദുല്ലൂനി അല സൂഖ്, ദുല്ലൂനി അല സൂഖ്, അങ്ങാടി കാണിച്ചു തരണം എന്നാണ് പറഞ്ഞത്. അങ്ങാടി പോയി കച്ചവടം ചെയ്തു. ലാഭകരമായ നിലയിൽ വലിയ സമ്പത്ത് നേടിയ ആളാണ് അദ്ദേഹം.
പലരും ഇന്ന് കച്ചവടക്കാരായിട്ടുണ്ട്. ആ കച്ചവടക്കാരൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ പേരിൽ ഒരു പെട്ടി ഉണ്ടാവും, അതിൽ പൈസ ഇടും. നമ്മളെ വീടുകളിലൊക്കെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അത് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് പലർക്കും. ലാഭം തന്നെ. അതിനിടയിൽ അദ്ദേഹത്തിന് തോന്നി, എന്താ ഇപ്പം കുറച്ച് നഷ്ടം വന്നാലേ, അതും വേണ്ടെന്ന് അറിയാം. അതിന് തയ്യാറായി. ബഗ്ദാദിലേക്കാണോ നീ ഈത്തപ്പഴം കയറ്റുന്നത് എന്ന് പലരും പറയാറുണ്ട്. ഈത്തപ്പഴം ധാരാളമുള്ള പ്രദേശമാണ് ബഗ്ദാദ്. യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും രണ്ടും വേറെ വന്ന് രണ്ടും ഒന്നായി ജോയിൻ്റായി. എന്നിട്ട് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വെള്ളശേഖരമുള്ള സ്ഥലമാണ് ഷാറ്റൽ അറബ് എന്ന അറബികൾ പറയുന്നത്. ഷാറ്റൽ അറബ്, ഷത്തുൽ അറബ് എന്നാണ് അതിന് അറബി ഭാഷയിൽ പറയാം. അങ്ങനെ ആ മേഖലയിൽ നിന്നുണ്ടാകുന്ന ഈത്തപ്പഴം വളരെ പ്രധാനമാണ്. അവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈത്തപ്പഴവുമായി കച്ചവട സംഘത്തെ അയക്കണം. അപ്പോൾ പലരും ചോദിച്ചു, ഇതെന്തിനാണ്? അത് ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാവും, എനിക്കതും ആണെന്ന് അനുഭവപ്പെടുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഈ ഒട്ടക സംഘം വരുന്നതിന് കുറച്ച് മുമ്പായി ഇറാഖിൽ ശക്തമായ തോതിലുള്ള തീപിടുത്തമുണ്ടായി. അവിടുത്തെ ഗോഡൗണുകൾ മുഴുവനും നശിച്ചുപോയി. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏതാനും സംഘങ്ങൾ അടങ്ങിയിട്ടുള്ള കച്ചവട വസ്തുക്കളെയും വഹിച്ചുകൊണ്ടുള്ള ഒട്ടകങ്ങളുടെ വരവ്. അദ്ദേഹം വന്നപ്പോൾ അത് ഇരട്ടി ലാഭത്തിനാണ് വിൽക്കാൻ കഴിഞ്ഞത്. അപ്പോഴും അയാൾക്ക് ലാഭം തന്നെ. ഈ നിലയിൽ അല്ലാഹു തആല വലിയ സമ്പത്ത് കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം മുഹാജിറാണ്. അൻസാറുകളിൽപ്പെട്ട പലരും യമനിൽ നിന്ന് വന്നവരുമുണ്ട്. യമനിൽ വന്ന് മക്കത്ത് താമസമാക്കി ഹിജറയുടെ അവസരം വന്നപ്പോൾ അങ്ങോട്ട് മദീനത്തേക്ക് പോയവരുണ്ട്. മദീനത്ത് തന്നെ താമസമാക്കിയവരുമുണ്ട്. ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു സമൂഹമാണ് അൻസാറുകൾ, മുഹാജിറുകൾ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വലിയ ത്യാഗം ചെയ്ത ആളുകൾ. അവരുടെ മനാഖിബുകൾ പറയാൻ വേണ്ടി മുസ്ലിം സമൂഹം പഴയ കാലങ്ങൾ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷവും ബദരീങ്ങളുള്ള രാജ്യങ്ങൾ എവിടൊക്കെയുണ്ടോ അവിടങ്ങളിലൊക്കെയുള്ള ആളുകൾ ഇവരുമായുള്ള മഹബത്ത് കാണിച്ചു, അവരുമായുള്ള സ്നേഹം പങ്കുവച്ചു. അങ്ങനെ ലോകത്തുള്ള എല്ലാ ആളുകളും ബദരീങ്ങളെ സ്നേഹിക്കുക, ബദരീങ്ങളെ ഇഷ്ടപ്പെടുക എന്ന വിഷയം. അതനുസരിച്ച് നമ്മുടെ നാട്ടിലും മജ്ലിസുൻ നൂർ, പ്രകാശത്തിൻ്റെ സദസ്സ് നൂർ, അത് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പുതിയ രൂപം നൽകിയത്. അങ്ങനെ ആ ദിക്ർ ചൊല്ലാൻ വേണ്ടി സദസ്സുകളുണ്ടാക്കി, കോളേജിലുണ്ടാക്കി. ജാമിയ നൂരിയിൽ ആദ്യമൊക്കെ കുറച്ച് 2000 ആളൊക്കെ ഉണ്ടായി. പിന്നെ 2000 പോയി, 12000 ആയി, 20000 ആയി. ഭക്ഷണം ഉണ്ടാക്കിയതൊന്നും തികയാതെ പോയി. കഴിഞ്ഞ കൊല്ലമൊക്കെ പങ്കെടുത്തത് 1,00,000 ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഭക്ഷണം പലതും ഉണ്ടാക്കി, ആളുകളിലേക്ക് എത്തിക്കുന്നതിലെ തിരക്കുണ്ട്. അവരുടെ മഹബത്ത് നിലനിർത്താനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മജ്ലിസ് നൂർ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ആസ്ട്രേലിയയിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെയുണ്ട് മജ്ലിസുൻ നൂർ. അവിടെയുണ്ട്. മലയാളം അറിയില്ല ഓൽക്കൊന്നും, ഒരു ഇംഗ്ലീഷാണ് സംസാരിക്കുക.
പക്ഷേ അറിയുന്ന മലയാളം നമ്മൾക്കൊക്കെ പരിചയമുള്ളതാ. ഞങ്ങളുടെ തമ്പുരാനേ എന്ന് പറഞ്ഞിട്ട് അവർ തൗബ നടത്താറുണ്ട്. നാട്ടിലൊക്കെ ഉണ്ടല്ലോ തൗബ ചൊല്ലിക്കൊടുക്കൽ, അത് ഓൽക്കറിയാം. അതുപോലെ ഏതോ വാപ്പപ്പാപ്പാരായിട്ട് വന്ന് കൂടിയ ആളുകൾ ഇപ്പോഴും നടത്തുകയാണ് തൗബ. ഖുതുബിയത്ത് അവിടെ ഉണ്ട്. ഷെയ്ഖ് റിഫായി തങ്ങളുമായുള്ള വലിയ ആദരവ് കാണിക്കുന്ന ആളുകളും ആ നിലക്കുള്ള തവസ്സുലിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരും അവിടെ ഉണ്ട്. എത്ര അകലം ആസ്ത്രയിലേക്ക് 10 മണിക്കൂർ നേരം സിംഗപ്പൂരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ തായ്വാനിൽ നിന്ന് ആസ്ത്രയിലേക്ക് 10 മണിക്കൂർ 11 മണിക്കൂർ നിൽക്കാതെ പോകണം. അവിടെ എത്താൻ പിന്നെയും വേണം 5-6 മണിക്കൂർ. ഈ നിലക്കുള്ള വിധു ലോകത്തിൻ്റെ അങ്ങേയറ്റത്ത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയുണ്ട് മജ്ലിസുൻ നൂർ, അവിടെയുണ്ട് മങ്കൂസ് മൗലൂദ്, അവിടെയുണ്ട് നമ്മളവിടെ ചൊല്ലിക്കൊടുക്കാറുള്ള തൗബ. ഒരു മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ ആവശ്യമാണ്. ജാമിയ നൂരിയുടെ ഒരു ജൂനിയർ കോളേജ് നമ്മൾ തുടങ്ങി. അവിടെ ഓൽക്ക് വേണ്ടത് ഷെയ്ഖ് ജീലി, അദ്ദേഹം മദീനക്കാരനാണ്. പക്ഷെ മദീനക്കാരനാണെങ്കിലും ആഫ്രിക്കയിലും മറ്റ് പടിഞ്ഞാറോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ദഅവത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹാനാണ്. നമ്മുടെ സമ്മേളനത്തിൽ ഏത് വലിയ സമ്മേളനം ഉണ്ടെങ്കിലും വരും, ജാമ്യയിലുള്ള സമ്മേളനങ്ങളിൽ വരും. ഈ പ്രാവശ്യവും വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഷെയ്ഖ് ജീലി. മദീനത്താ രാജ്യം, പക്ഷേ അദ്ദേഹം ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിൽ 20 ഏക്കർ സ്ഥലം ജാമിയ നൂരിയുടെ ഒരു ജൂനിയർ കോളേജ് തുടങ്ങാൻ വേണ്ടി അദ്ദേഹം അവിടെ തയ്യാറാക്കി. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞങ്ങളെ കൊണ്ട്, സയ്യിദന്മാരിൽ പലരുമുണ്ട്. അവിടെ ജാമിയൻ്റെ ഒരു ജൂനിയർ കോളേജ്. ഓൽക്ക് വേണ്ടതെന്താന്ന് വെച്ചാൽ ഈ മങ്കൂസ് മൗലിദ് വേണം, ഹദ്ദാദ് വേണം, അങ്ങനത്തെ ആളുകളൊക്കെയാണ് ദീനീ ദഅവത്തിന് വേണ്ടത് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതിനാണ് പ്രവർത്തിച്ചത്. നമ്മളവിടെ നടത്തുന്ന ഈ സദസ്സുകളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒറിജിനൽ സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ആഫ്രിക്കയിലെ നൈറോബിയിലുള്ളവർ, അതുപോലെ അതിൻ്റെ തെക്കും വടക്കും ഉള്ള ആളുകൾ. ആ നിലക്ക് ഇത് ലോകത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. ബൊംബായി ചെന്നാൽ അവിടെയുണ്ട്, ദുബായ് ചെന്നാൽ അവിടെയുണ്ട്, ബഹ്റൈൻ ചെന്നാൽ അവിടെയുണ്ട്. നമ്മളെ കുട്ടികളുടെയൊക്കെ ചോദിച്ചു നോക്കുന്നുണ്ട് മജ്ലിസുൻ നൂറിനെ പറ്റി. അപ്പോൾ ആ നിലക്ക് ഇവിടെയും നടത്തുന്നുണ്ട്. ഓരോരുത്തർക്കും, നമ്മളെ ആളുകൾക്കൊക്കെ, നമ്മളെ മക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ബദരീങ്ങളുടെ ആ ഒരു പ്രത്യേകമായ തവസ്സുൽ ചെല്ലിങ്ങുണ്ട്. ആ ദുആക്ക് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ, അത് ചെല്ലാൻ വേണ്ടി പങ്കെടുക്കുന്ന സാധാരണക്കാർ, ഇവരെല്ലാവരും ഇന്ന് നമ്മൾ ഒത്തുചേർന്നുള്ളത് ബഹുമാനപ്പെട്ട OMS തങ്ങളുടെ വീട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതനുസരിച്ച് സഹാബിമാരെ സംബന്ധിച്ചുള്ള മദ്ഹ് പറയാനും, പ്രത്യേകിച്ച് അൻസാറുകളും മുഹാജിറുകളുമായ അവരാണതിൽ അധികവുമുള്ളത്. അവരെപ്പറ്റി പറയാൻ, അവരെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. ആ പരിപാടിക്ക് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രസംഗിക്കാൻ ധാരാളം ആളുകളുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ ഇപ്പോൾ അല്പം പ്രയാസമുണ്ട്. രാവിലെ കോളേജിൽ നിന്ന് 2 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അമ്മനിക്കാട് ഭാഗത്തൊരു പരിപാടിയിൽ നമ്മളൊരു കുട്ടിൻ്റെ ഒരു ഫൈലിൻ്റെ ഒരു കുടിയിരിക്കൽ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയും മജ്ലിസുൻ നൂർ തന്നെയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയി പൊന്നാലിയിലെത്തിയപ്പോൾ അവിടങ്ങളിലും പല സ്ഥലങ്ങളിൽ അത് തന്നെയാണ്. ലോകത്ത് മുഴുവനും, ഇന്ത്യയിലും കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഓൽക്കൊക്കെ ആണത്. അപ്പോൾ
ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാ ബല്ലിഗു അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണം. റെഡി റെഡി എന്ന് പറഞ്ഞാണ് സഹാബിമാർ. 10,000 സഹാബിമാർ മാത്രമാണ്. 1,00,000 സഹാബിമാർ ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 10,000 ആളുകൾ മാത്രമാണ് മദീനത്ത് അന്ത്യവിശ്രമം കൊണ്ടത്. ഒരു 2,000-ഓളം ആളുകൾ മക്കത്തും പരിസരത്തുമായുണ്ട്. 2,000-ലേറെ സഹാബിമാർ ഇറാഖിലുണ്ട്. ഒരു 3,000-ഓളം സഹാബിമാർ ഷാമിലുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പം നടക്കുന്ന സ്ഥലം. ഈജിപ്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു മഖ്ബറയിൽ മാത്രം 5,000 സഹാബിമാരുണ്ട് മിസ്റിൽ. ഇവരൊക്കെ അവിടെ എത്തിയത് ആരാണ്? അവരൊക്കെ വിളിച്ചു വരുത്തിയത്? ഇവിടെ മുദരിസന്മാരുണ്ട്, കുട്ടികളുണ്ട്. ഓലൊക്കെ ഇവിടെ വരുന്നത് നമ്മുടെ കമ്മിറ്റി ക്ഷണിച്ചിട്ടാണ്. അവിടെ ആരാ ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ ഒരു വാക്ക്, ബല്ലിഗു അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അത് ശരിയായ തനതായ രൂപം, ആ തനതായ രൂപം നിലനിർത്താനാണ്. ആ തനതായ രൂപം നിലനിർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമ അന്ന് ജാമിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സഹാബത്തിൽപ്പെട്ട പലരുമാണ് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ മെസ്സേജ് എത്തിച്ചത്. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെയല്ലേ ഇപ്പോൾ കണ്ടത്? ജാമിയിൽ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂടെ പഠിച്ച ഒരാൾ. അദ്ദേഹം ഈ ആസ്ട്രേലിയ എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ താമസാക്കി. ശംസുൽ ഉലമയോട് പറഞ്ഞു, ഞാനിപ്പോൾ അവിടെയാണ്. ആയിക്കോട്ടെ, അവിടെ തന്നെ നോളിയാർ. പിന്നെ 2 കൊല്ലം മുമ്പ് അയാൾ വഫാത്തായത്. അതിൻ്റെ മുമ്പ് നാട്ടിൽ കൊണ്ടുവരണമെന്ന് കരുതി, നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. ഹസൻകുട്ടി മുസ്ലിയാർ ഇവിടെ കൊണ്ടൂർ അടുത്തുള്ള ആൾ, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ തന്നെ മറവ് ചെയ്തു അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ ഖബറിനോട് ഏതാണ്ട് അടുത്ത സ്ഥലത്താണ് നമ്മളുടെ ജാമിയക്ക് കിട്ടിയ വലിയ സ്ഥലം. ഞാനും വയമ്പുസ്തങ്ങളും കഴിഞ്ഞ വർഷം അവിടെ പോയിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിൻ്റെ സുന്ദരമായ സ്ഥലത്താണ് ആ സ്ഥാപനങ്ങളൊക്കെ. ഞാൻ നീട്ടി പറയല്ല. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടത് ഇവിടെ നമ്മുടെ സയ്യിദുമാർ തുടങ്ങിയിട്ടുള്ള പാണക്കാട് പൂക്കോയ തങ്ങൾ, ബാഫക്കി തങ്ങൾ, സയ്യിദ് ഉമർ ഖാലി തങ്ങൾ, മമ്പറം തങ്ങൾ, ഇവരൊക്കെ ഇത്തരം മങ്കൂസ് മൗലൂദ് ഓതണം. ഏത് പ്രയാസം ഉണ്ടെങ്കിലും ബാപ്പൂലിയർ, ചാപ്പനങ്ങാടി വാപ്പൂലിയർ പലരോടും പറയലുള്ളത് 8 ദിവസം നിങ്ങൾ മങ്കൂസ് മൗലൂദ് ഓതിയെന്നാണ്. 7 ദിവസം. ഈ പറയപ്പെട്ട മദ്ഹുകൾ പറയാനും കേൾക്കാനും തയ്യാറുള്ളവരായ ആളുകൾ, ദീനിൻ്റെ സേവനത്തിന് വേണ്ടി തയ്യാറായവർ, അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടതെന്ന് ആഫ്രിക്കക്കാർ പറയണത്, ഓസ്ട്രേലിയക്കാർ പറയണത്, അറബ് രാജ്യങ്ങളിലെ വ്യത്യസ്ത മേഖലകളിലുള്ളത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വേണം. ഈ നിലക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.